ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പ്ലം കേക്ക് ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഏതെങ്കിലും ആൽക്കഹോൾ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ബോയിൽ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നമ്മൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ്. ഞാനിവിടെ 1 കപ്പ് കറുത്ത മുന്തിരിയും 1/4 കപ്പ് ഗോൾഡൻ മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ ഡേറ്റ്സ്, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1/4 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗർ, ഡാർക്ക് ഇല്ലെങ്കിൽ 3/4 കപ്പ് നോർമൽ ബ്രൗൺ ഷുഗർ എടുക്കാം, 1/4 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ ചെറി, 1/4 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ബദാം, 1/2 കപ്പ് ചെറുതായിട്ട് നുറുക്കിയ അണ്ടിപ്പരിപ്പ്, ഇനിയൊരു 1/4 കപ്പ് കാൻഡീഡ് ഓറഞ്ച് ആൻഡ് ലെമൺ പീൽ എടുത്തിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും തൊലി ചെറുതായിട്ട് നുറുക്കിയതിന് ശേഷം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് ചെറുതായിട്ടൊരു സിട്രസ് ഫ്ലേവറും കൂടി ഉണ്ടാവും. ഇതിന് പകരം നമ്മൾ ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി, ഓരോ ടീസ്പൂൺ വെച്ച്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി മെഷറിംഗ് കപ്പിൽ കറക്റ്റായിട്ട് 1.5 കപ്പ് മൈദ മാവ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, ഇനി ഒരു 75 ഗ്രാം ബട്ടർ. ഇനി പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ സ്പൈസസിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ, അതായത് ജാതിക്ക പൊടിച്ചത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം, 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ഓപ്ഷണലാണ്. ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചറിന് നമ്മൾ ബേക്കിംഗ് പൗഡറിനേക്കാളും ബേക്കിംഗ് സോഡ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടും കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 2 മുട്ട. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു പാനിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് ഈ കേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നട്ട്സും സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒന്നും ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. 75 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പ്ലം കേക്കിന് ആൽക്കഹോളിലും ജ്യൂസിലും ഒക്കെ സോക്ക് ചെയ്ത് വെച്ച് ചെയ്യുന്നതിനേക്കാളും വളരെ നല്ലതാണ് നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എല്ലാ സ്പൈസസും വേണ്ട എന്നുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 3/4 കപ്പ് പഞ്ചസാരയാണ്. ഞാൻ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/4 കപ്പ് ഡാർക്ക് ബ്രൗൺ ഷുഗറുമാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും, അതുപോലെ തന്നെ കാരമൽ ഫ്ലേവറും ഉണ്ടാവും. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, 3/4 കപ്പ് ബ്രൗൺ ഷുഗർ മാത്രം ചേർത്താലും മതി. 3/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെയൊക്കെ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പുറത്തു വരും. ഇപ്പോൾ ഇതിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റിൽ കൂടാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും, എന്നിട്ട് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങും. ഇപ്പോൾ തന്നെ എനിക്ക് ഫ്രൂട്ട്സിൻ്റെയും സ്പൈസസിൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ലൂക്ക് വാം, അതായത് ചെറുതായിട്ടൊരു ചൂടിരുന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ബദാം, 1/4 കപ്പ് ചെറി, ഇനി 1/4 കപ്പ് കാൻഡീഡ് പീല്. നിങ്ങളുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. 1/2 കപ്പ് കാഷ്യൂസ്, ഇനി 1/4 കപ്പ് ഡേറ്റ്സ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി 1 സ്പൂണ് വാനില എസൻസും കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഈ കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർക്കണം. എങ്കിലേ ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൂ. 1.5 കപ്പ് മൈദാമാവിന് 3 കപ്പ് വരെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർക്കാം. മിനിമം 2.5 കപ്പെങ്കിലും ചേർക്കണം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർത്ത് 2.25 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫ്രൂട്ട്സും എഗ്ഗും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് 1.5 കപ്പ് മൈദാമാവിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ട് ബ്ലെൻഡായി കിട്ടണം. ഇപ്പോൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവെടുത്ത് ഈ ഫ്രൂട്ട് മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചർ നമുക്ക് മാറിപ്പോവും. ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അതായത് 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഫാരൻഹീറ്റിൽ പറയുമ്പോൾ 320 ഫാരൻഹീറ്റ്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് പാനിലോട്ട് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ പാനിലോട്ട് ഒഴിക്കുമ്പോൾ പാനിൻ്റെ 1/4 ഭാഗം മാത്രമേ ബാറ്റർ നിൽക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഡാർക്കായിട്ടുള്ള കേക്ക് പാൻ എടുക്കുമ്പോൾ ഓവൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഒരിക്കലും കൂട്ടി വയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു ബേക്കിംഗ് ഷീറ്റും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ ബാറ്റർ പാനിലോട്ട് ഒഴിക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ എയർ ബബിൾസ് മാറാൻ വേണ്ടിയിട്ട് 3-4 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോട്ട് വയ്ക്കാം. 160 ഡിഗ്രി സെൽഷ്യസിൽ 55 മുതൽ 60 മിനിറ്റ്സ് വരെയാണ് നമ്മൾ വെക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണം. നമ്മൾ ബേക്ക് ചെയ്യുന്ന പാനിനനുസരിച്ച് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വേരി ആവും. അതുകൊണ്ട് 50 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒരുപാട് ഡാർക്ക് ആവുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ ഒരു അലുമിനിയം ഫോയിൽ കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ മതി. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 60 മിനിറ്റിനകത്ത് തന്നെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്ക്യൂവർ വെച്ചിട്ട് കുത്തുമ്പോൾ സ്ക്യൂവർ ക്ലീൻ ആയിട്ട് വന്നാൽ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഒരു 15 മിനിറ്റ് ഈ കേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം പിന്നിലെ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തതിൻ്റെ അടുത്ത ദിവസം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോഴാണ് നമുക്ക് ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നത്. എൻ്റെ ഓവന് ചെറുതായിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്. പെട്ടെന്ന് ടെമ്പറേച്ചർ റൈസ് ആവും. അതുകൊണ്ടാണ് ചെറുതായിട്ട് ക്രാക്സ് വന്നിട്ടുള്ളത്. പക്ഷേ അത് കുഴപ്പമില്ല. സോ നമ്മൾ ഓവൻ തെർമോമീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാവില്ല. ഇനി നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ആൽക്കഹോൾ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് റം ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 ദിവസത്തിന് ശേഷം കട്ട് ചെയ്താൽ മതി. പ്ലം കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.